الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم فأقم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبديل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون منيبين إليه واتقوه وأقيموا الصلاة ولا تكونوا من المشركين من الذين فرقوا دينهم وكانوا شيعا كل حزب بما لديهم فرحون ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങളെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, അഥവാ വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിക്കുന്ന യഥാർത്ഥ മുത്തക്കീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ, മുസ്ലിഹീങ്ങളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളെ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മഹാഭാഗ്യവാന്മാരിലാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഈ ഇരിക്കുന്ന സന്ദർഭത്തിലും സാഹചര്യത്തിലും സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയും അള്ളാഹുവിന് ശുക്ർ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് സൂചിപ്പിക്കുകയാണ്. അള്ളാഹു അവന് ശുക്ർ രേഖപ്പെടുത്തുന്ന നല്ല ആളുകളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വ്യാപനവും
ഇസ്ലാം അജയ്യമായി ലോകത്ത് തുടരുകയും അതിൻ്റെ ഉന്നതമായ ലക്ഷ്യങ്ങളും ഉന്നതമായ കാര്യങ്ങളുമൊക്കെ ലോകത്തിൻ്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ ചർച്ചയാക്കുകയും ലോകപ്രശസ്തരായ ആളുകൾ പോലും ഇസ്ലാമാണ് ഏറ്റവും നല്ല മതമെന്നും അത് ഉൾക്കൊള്ളലാണ് മോക്ഷത്തിൻ്റെ മാർഗമെന്നും മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന നല്ല നാളുകളിലൂടെയാണ് നമ്മൾ മുന്നേറുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെ ആ ഇസ്ലാം നേരത്തെ പറഞ്ഞ പോലെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷ്മതയോടുകൂടി അതീവ അള്ളാഹുവിൽ ഭക്തി അർപ്പിച്ചുകൊണ്ട് തന്നെ ജീവിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാവുക. അള്ളാഹു അതിനും നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിധത്തിലേക്ക് ഒരാൾ കടന്നു വരികയാണ്. പ്രായം ചെന്ന ഒരു വയോവൃതൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധാനത്തിലേക്ക് വരുന്നു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നത്, ദൈവദൂതരെ, ഞാൻ ഒട്ടേറെ ദുഷ്ടതകൾ, ഒരുപാട് മോശത്തരങ്ങൾ ചെയ്തു പോയിട്ടുണ്ട് പ്രവാചകരെ, ചതി പ്രയോഗിച്ചിട്ടുണ്ട് പ്രവാചകരെ, തെറ്റ് ചെയ്തു പോയിട്ടുണ്ട് പ്രവാചകരെ. പ്രവാചകരെ, എനിക്ക് മാപ്പുണ്ടോ? എനിക്ക് മാപ്പ് തരുമോ? മാപ്പ് അള്ളാഹു നൽകുമോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് ഈ പ്രായം ചെന്ന ആൾ ചോദിക്കുകയാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾക്ക് മാപ്പ് തരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു മനസ്സ് തോന്നിയല്ലോ എങ്കിൽ നിങ്ങൾക്ക് അള്ളാഹു മാപ്പ് തരും. അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കളുടെ ഈ ബോധത്തിന്, ഒരു തിരിച്ചുപോക്കിന്, താങ്കളുടെ ജീവിതത്തിൽ നന്നായി തീരണമെന്ന ആഗ്രഹത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് മാപ്പ് നൽകുക തന്നെ ചെയ്യും എന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ സന്നിധാനത്തിൽ നിന്ന് അദ്ദേഹം അള്ളാഹുവിൻ്റെ റസൂലിനോട് പറഞ്ഞു, എങ്കിൽ ഞാൻ ഇനി കൂടുതൽ നന്മകൾ ചെയ്തുകൊണ്ട് മുന്നേറാൻ പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, സഹോദരങ്ങളെ, നാം ആലോചിച്ച് നോക്കി, ഇതൊരു തിരിച്ചറിവാണ്. ജീവിതത്തിൽ ഒട്ടേറെ പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വികലമാക്കുകയും ജീവിതത്തെ തന്നെ മോശമാക്കുകയും ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവും. നമ്മൾ ആലോചിച്ച് നോക്കുക, ഇങ്ങനെ ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടിയാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സഹോദരൻ പോകുന്ന സമയത്ത് പറഞ്ഞു, അദ്ദേഹം മഹത്വമുള്ളവനാണ്. ഈ തിരിച്ചറിവ് കിട്ടിക്കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, നമ്മളും മഹത്വമുള്ള ആളുകളായി തീർന്നു, ഏറ്റവും ഉന്നതരായി തീർന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വത്തെ നിർണയിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈ ബോധം എന്നിലേക്ക് മടങ്ങി വരണം എന്നുള്ള ബോധവും നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനുള്ള നിങ്ങളുടെ വെമ്പലും അത് ഉണ്ടാകുമ്പോൾ തീർച്ചയായും നിങ്ങൾ മഹത്വമുള്ള ആളുകളായി തീരും എന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ സഹാബാ കിറാം ഇങ്ങനെ ഒത്തുകൂടി നിൽക്കുന്ന സന്ദർഭത്തിൽ കുറേ ആളുകളുണ്ട്. അവരെല്ലാവരും പ്രവാചകന്റെ സന്നിധാനത്തിൽ ഒത്തുകൂടി നിൽക്കുന്ന ആ സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നിങ്ങളിൽ ഏറ്റവും നല്ല നാവിനെ സൂക്ഷിക്കുകയും ഹൃദയത്തെ വൃത്തിയുള്ളതാക്കുകയും ചെയ്ത ആളുകൾ തീർച്ചയായും മഹത്വമുള്ളവരാണ്. അപ്പോൾ പ്രവാചകൻ സഹാബത്ത് ചോദിച്ചു, പ്രവാചകരെ, സുദൂഖുൽ ലിസാനിനെ സംബന്ധിച്ച് ഞങ്ങൾക്കറിയാം, നാവിനെ സത്യസന്ധമാക്കണം എന്ന വിഷയത്തിൽ എന്നത് ഞങ്ങൾക്ക് മനസ്സിലായി. എന്നാൽ ഹൃദയം വൃത്തിയും വെടിപ്പുമുള്ള ഹൃദയമാക്കുക എന്നത് എന്താണ് പ്രവാചകരെ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാല ഹുവ നഖിയ്യു തഖിയ്യ് ലാ ഇസ്മ അലൈഹി വലാ ബഗി വലാ ഗില്ല വലാ ഹസദ. നിങ്ങളുടെ ഹൃദയത്തിൽ അസൂയയും കുശുമ്പും പകയും വിദ്വേഷവും പാപവുമില്ലാത്ത ശുദ്ധമായ സൂക്ഷ്മതയുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടോ എങ്കിൽ നിങ്ങൾ മഹത്വമുള്ള ആളുകളായി. പ്രിയപ്പെട്ടവരെ,
നമ്മൾ നമ്മളിലേക്കൊന്ന് മെല്ലെ തിരിഞ്ഞു നോക്കുക. നേരത്തെ പറഞ്ഞ അയാള്, ആ പ്രായം ചെന്ന ആള്, അദ്ദേഹത്തിനൊരു തിരിച്ചറിവാണ് അവസാന ഘട്ടങ്ങളിൽ, അല്ലാ ഞാൻ ഇങ്ങനെ പോയാൽ എൻ്റെ അവസ്ഥ എന്താകും എന്ന് തിരിച്ചറിഞ്ഞ് പ്രവാചകന്റെ മുൻപിൽ വന്നപ്പോ പ്രവാചകൻ പറഞ്ഞു, ഈ തിരിച്ചറിവില്ലേ ഇത് നിന്നെ മഹത്വമുള്ളവനാക്കും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ കൂടെയുള്ള സഹാബത്തിനോട് കൂടിയിരിക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു, നിങ്ങൾ മഹത്വമുള്ളവരാകണോ എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ ശുദ്ധത വരണം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹുവിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമായ സ്ഥാനമുള്ള ആളുകളാണ്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥ എന്താണ്? മനസ്സിനെ പാപങ്ങളിൽ നിന്ന് മുക്തമാക്കി ശുദ്ധീകരിച്ച് നാം മുന്നോട്ട് പോകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോ ദിവസവും ആത്മപരിശോധന നടത്തണം. അല്ലാതെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, നമസ്കാരം പോലും ചില ആളുകളുടേത് ആ നമസ്കാരത്തിന്റെ ആ പ്രവർത്തനം നടക്കുന്നു എന്നല്ലാതെ വാനലോകത്തേക്ക് പോകുന്നില്ല. ആരാണത്? സുബ്ഹാനല്ലാഹ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ചില ആളുകളുടെ നമസ്കാരം അവൻ നിർവഹിക്കുന്നു എന്നല്ലാതെ അതിനൊന്നും പ്രതിഫലമില്ല. ആരാ? സലാസുൻ ലാ തർതഫിഉ സലാത്തുഹും ഫൗക റൂസിഹിം ശിബ്റ. ഒരടി പോലും അവരുടെ തലയുടെ മുകളിലേക്ക് ഉയർന്നു പോകുന്നില്ല അവരുടെ നമസ്കാരം. ആരാണത്? അത് റജുലുൻ ഉമ്മ ഖൗമിൻ വഹും ലഹു കാരിഹുൻ. ഒരു സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, ആ സമൂഹത്തിന് തന്നെ അദ്ദേഹത്തെ കുറിച്ച് വെറുപ്പാണ്. അദ്ദേഹം ഈ സമൂഹത്തിന്റെ നേതാവായി വന്നത് വെറുപ്പോടുകൂടി കാണുന്ന ആ സമൂഹം വെറുക്കുന്ന അദ്ദേഹത്തിന്റെ നമസ്കാരം, അദ്ദേഹത്തിന്റെ ഇബാദത്ത് കർമ്മങ്ങൾ ഉയർന്നു പോകുന്നില്ല എന്നാണ്. മറ്റൊരാൾ ഒരു സ്ത്രീ, ആ സ്ത്രീ രാത്രി കഴിഞ്ഞുകൂടുന്നത് തൻ്റെ ഭർത്താവിനെ വെറുപ്പിച്ചുകൊണ്ട്, തൻ്റെ ഭർത്താവിൻ്റെ കോപം വാങ്ങിക്കൊണ്ടാണ് അവൾ കഴിഞ്ഞുകൂടുന്നതെങ്കിൽ അവളുടെ ആരാധനകൾ ഉയർന്നു പോകുന്നില്ല. മറ്റൊന്ന് പരസ്പരം ചെണ്ട കൂടുന്ന, പരസ്പരം അടിപിടി കൂടുന്ന സഹോദരങ്ങളെ, ഈ 3 പേരെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞപ്പോ നമ്മൾ ആലോചിച്ച് നോക്കി, ഈ 3ഉം എവിടെയാ തട്ടുന്നത്? ഈ 3ഉം എവിടെയാ? ഈ 3നും കുഴപ്പം മനസ്സിലാണ്, പ്രയാസം മനസ്സിലാണ്. മനസ്സിന്റെ വികലമായ മനസ്സുകൊണ്ടാണ് ഇവരുടെ ഈ 3 പേരുടെയും പ്രവർത്തനങ്ങളെ അള്ളാഹു സ്വീകരിക്കാതെ പോകുന്നത്. നോക്കി, ഒരാത്മപരിശോധന ജീവിതത്തിന്റെ എല്ലാ രംഗങ്ങളിലും നമ്മൾ പുലർത്തുന്നത് നന്നാവും. നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ആ മനുഷ്യൻ, നേതൃത്വം കൊടുക്കുന്ന മനുഷ്യന്റെ മനസ്സിന് കുഴപ്പമുണ്ട്. അതുകൊണ്ടല്ലേ ആളുകൾ ഒന്നാകെ വെറുക്കുന്നത്. അഹങ്കാരിയായേക്കാം, പക്ഷപാതിത്വമുള്ളവനായേക്കാം, മനസ്സിന്റെ മോശത്തരം കൊണ്ട് വെറുപ്പിക്കുന്നവനായേക്കാം അദ്ദേഹം. അതുകൊണ്ടാണ്. രണ്ടാമതോ, ഭാര്യയുടെ മനസ്സിലേക്ക് വന്നതെന്താ? ഭാര്യയുടെ മനസ്സിന് വെറുപ്പുള്ളത് കൊണ്ടാണ്. ഭർത്താവിനെ കുറിച്ച് തൃപ്തിയില്ലായ്മയാണ് അങ്ങനെ തെറ്റി നിൽക്കാനും മോശമായി പെരുമാറാനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നത്. അതുപോലെ പരസ്പരം ശണ്ട കൂടുന്നത്, അടിപിടി കൂടുന്നത് അസൂയയുടെ, വിദ്വേഷത്തിന്റെ ഒക്കെ പേരിലായിരിക്കും. പ്രിയപ്പെട്ടവരെ, നോക്കി, ഈ 3 സംഗതിയും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത് അവരുടെ മനസ്സിന്റെ കുഴപ്പം കൊണ്ടാണ്. അപ്പോ പ്രിയപ്പെട്ടവര്, നമ്മുടെ മനസ്സ് ശുദ്ധമാക്കണം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒട്ടാറെ നല്ല പ്രവർത്തനങ്ങളുമായി മുന്നേറുമ്പോൾ നമ്മുടെ മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴുകി വൃത്തിയാക്കാൻ പ്രിയപ്പെട്ടവരെ സമയം മടിക്കേണ്ടതില്ല. എപ്പാകും? എന്നാ കഴിയട്ടെ, നാളെ ആകട്ടെ, വേണ്ട, അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കുക. ആരാ പ്രിയപ്പെട്ടവരെ നമ്മൾ രഹസ്യങ്ങൾ ആരുടെയും മുമ്പിൽ മറച്ചു വെക്കാൻ പറ്റുന്ന ആളുകളാണോ? അല്ലല്ലോ. അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു രഹസ്യവും മറച്ചു വെക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന ആളുകളാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കണം, ഇരുന്ന് പറയണം. കാരണം നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് നമ്മൾ ഓരോരുത്തരും ടോർച്ചടിച്ചു നോക്കിയാൽ ഒരുപാട് കുഴപ്പങ്ങൾ കാണും. അപ്പോ നമ്മൾ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കും, നമ്മൾ നല്ല ആളുകളായോണ്ടിരിക്കും. പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ പ്രയാസമുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്തരം ആളുകൾക്ക് വിജയിക്കാൻ കഴിയില്ല. അത്തരം ആളുകൾക്ക് ജീവിതത്തിൽ ഉന്നതി നേടാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അടുക്കൽ
ഒരു നിലക്കുമുള്ള വിജയവുമില്ല. അവിടെ നിന്നാണ് പ്രിയപ്പെട്ടവരെ ഈ മഹാസംഗമത്തിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഒരു പ്രത്യേകത എന്താ? മനസ്സിനെ വിപുലീകരിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ പടച്ച തമ്പുരാനെ ഒരുപാട് ചെയ്തു പോയിട്ടുണ്ട്. പ്രവർത്തനങ്ങൾ അങ്ങ് പോയി, പ്രവർത്തനങ്ങൾ പിടുത്തം വിട്ടുപോയപ്പോ ഓർമ്മ വന്നു, ഒരു തിരിച്ചറിവ് വന്നു. നാഥന്റെ മുമ്പിലിരുന്നു, അള്ളാഹുവിന്റെ മുമ്പിലിരുന്ന് പാതിരാരാവുകളിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരഞ്ഞു പറഞ്ഞു, റബ്ബേ, പറഞ്ഞു പോയ വാക്കുകളിൽ എന്തെങ്കിലും വേദന ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാഥാ, ഞാൻ അദ്ദേഹത്തോട് പോയി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് പുറത്തു തരണമേ എന്ന് പറഞ്ഞ നല്ല മനസ്സിന്റെ ഉടമകളാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് നമ്മൾ മഹത്വമുള്ളവരാണ്. പക്ഷേ ഇബ്ലീസ് നമ്മളെ വിടാൻ പോകുന്നില്ല. ഇതാണ് ഇബ്ലീസിന് ഏറ്റവും വലിയ പ്രശ്നവും. നിങ്ങൾ നന്നായി കഴിഞ്ഞാൽ നിങ്ങളോടൊപ്പമാണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും നരകത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് പരിശ്രമിച്ചുകൊണ്ടേയിരിക്കും. പ്രിയപ്പെട്ടവരെ, നല്ല ശുദ്ധരായി അള്ളാഹുവിന്റെ മുമ്പിലാണ് നാളെ പോകേണ്ടത്. അവിടെയാണ് കണക്ക് ബോധിപ്പിക്കേണ്ടത്. ആരോട് തെറ്റി നിന്നിട്ടും, ആരെങ്കിലും വെറുത്തിട്ടും, ആർക്കെങ്കിലും ഉപദ്രവം ഉണ്ടാക്കിയിട്ടും ജീവിച്ചിട്ട് കാര്യമില്ല. മറിച്ച് ഇത് ദുനിയാവാണ്, നശ്വരമാണ്, നൈമിഷികമാണ്. നിമിഷ നേരങ്ങളിലെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഓട്ടം മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി തിരുത്തി പള്ളിയിലിരുന്നു, വീട്ടിലിരുന്നു, അപ്പയോട് പറഞ്ഞു, ഉമ്മയോട് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, എല്ലാവരോടും പറയാനുള്ളതൊക്കെ പറഞ്ഞ് നാഥന്റെ മുമ്പിൽ കൈ ഉയർത്തി പ്രാർത്ഥിച്ച് കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി പടച്ച തമ്പുരാന്റെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ച ആളുകളാ നമ്മൾ മഹത്വമുള്ളവരാ. പക്ഷേ ഇബ്ലീസ് നമ്മളെ പിടികൂടും. അതുകൊണ്ട് ആ ഇബ്ലീസിന് പിടുത്തം കൊടുക്കാതെ ഏത് സന്ദർഭത്തിലും ചെറിയ ചെറിയ ചിന്തകളുമായി, ചെറിയ ചെറിയ ആലോചനകളുമായി ഇബ്ലീസ് കടന്നു വരുമ്പോ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ശപിക്കപ്പെട്ട ഈ പിശാചിൽ നിന്ന് ഞാൻ ശരണം തേടുന്നു റബ്ബേ, നിന്നിന്റെ മുന്നിലേക്ക് ഞാനിതാ സകലതും സമർപ്പിക്കുന്നു എന്ന് പറയാൻ നാം ഓരോരുത്തരും തയ്യാറാകണം. ഇല്ലെങ്കിലോ ചില ആളുകളെ നമസ്കാരം, ചില ആളുകളുടെ നോമ്പ്, ഇതൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഒരു സ്ത്രീയെ പറ്റി ഒരാൾ വന്ന് പറഞ്ഞത്, ഖാല റജുലുൻ യാ റസൂലല്ലാഹ് ഇന്ന ഫുലാനത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഒരാൾ വന്ന് പറയാണ്, പ്രവാചകരെ, ഒരു സ്ത്രീ ഉണ്ട്, അവരുടെ യുദ്ഖറു മിൻ കസ്റത്തി സ്വലാത്തിഹാ വസിയാമിഹാ, ഓളെ നിസ്കാരം, അവളുടെ നോമ്പ്, വസദഖാതിഹാ, അവളുടെ സ്വതക്ക, ഇതൊക്കെ ഭയങ്കര അറിയപ്പെട്ടാണ്. പ്രവാചകരെ, നിങ്ങൾ അറിഞ്ഞില്ലേ? അവള് വല്ലാത്ത ധർമ്മിഷ്ഠയാണ്. അവളുടെ നോമ്പുകൾ കേട്ടില്ലേ? അങ്ങനെ നോമ്പ് നോൽക്കാൻ അള്ളാഹു പറഞ്ഞ ഏതൊക്കെ സന്ദർഭമുണ്ടോ ആ സന്ദർഭത്തിലൊക്കെ നോമ്പ് നോൽക്കുന്ന ആളാണ്. നമസ്കാരം എത്ര ഭക്തിയാണ്, അവരെ കുറിച്ച് പ്രവാചകരെ നിങ്ങൾ കേട്ടില്ലേ? പക്ഷേ പ്രവാചകരെ, അവരുടെ അയൽവാസിയെ അന്നഹാ തുഅദി ജിറാനഹാ ബിലിസാനിഹാ, ഇങ്ങനൊക്കെ ആണെങ്കിലും അവിടെ നാവ് കൊണ്ട് തൻ്റെ അയൽവാസിക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അവസ്ഥയുണ്ട്. ഇവരെവിടെയാണ് പ്രവാചകരെ? ഇവരെവിടെയായിരിക്കും പ്രവാചകരെ? അള്ളാഹുവിന്റെ അടുക്കൽ ഇവൾക്കുള്ള സ്ഥാനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുത്ത മറുപടി, ഹിയ ഫിന്നാർ. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഹിയ ഫിന്നാർ. അവൾ നരകത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ഓർക്കുക, നമസ്കാരവും നോമ്പുമൊക്കെ സകാത്തുമൊക്കെ നമ്മളെ വിശുദ്ധമാക്കുന്ന കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങൾക്ക് മനസ്സിന്റെ ഉള്ളിലേക്ക് സ്വാധീനമില്ല എങ്കിൽ അന്യനെ ഉപദ്രവിക്കാൻ, അന്യന്റെ ധനം കവരാൻ, അന്യന്റെ അഭിമാനം ക്ഷതപ്പെടുത്താൻ, മറ്റവന് പാരപണിയാൻ നമ്മളുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പ്രചോദനം ഉണ്ടാകുന്നുണ്ടോ എങ്കിൽ ആ നമസ്കാരം പരിശോധിക്കപ്പെടണം, ആ ദാനധർമ്മം പരിശോധിക്കപ്പെടണം. നമ്മുടെ സക്കാത്തും നമ്മുടെ ഉംറയും നമ്മുടെ ഹജ്ജുമൊക്കെ പരിശോധിക്കപ്പെടണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, അതേ സമയത്ത് പ്രവാചകന്റെ അടുത്ത് വന്ന് ഇന്ന ഫുലാനത്തുൻ, മറ്റൊരു സ്ത്രീ ഉണ്ട്, യുദ്ഖറു മിൻ ഖില്ലത്തി സിയാമിഹാ വസദഖതിഹാ വസലാത്തിഹാ, അവളുടെ നമസ്കാരവും നോമ്പും സക്കാത്തും ഒക്കെ കുറവാണ്, പക്ഷെ
അവള് ഫഇന്നഹാ തസ്ദഖു ബിഅസ്വാരി മിൻ അഖ്തി വലാ തുഅദി ജീറാനഹാ ബിലിസാനിഹാ. അവള് പാൽക്കട്ടി വിതരണം ചെയ്യുന്ന ഒരു പെണ്ണാണ്. പക്ഷെ അവളെ കൊണ്ട് ആർക്കും ഉപദ്രവമല്ല, അവളുടെ നാവുകൊണ്ട് ഒരു പ്രശ്നമില്ല ആർക്കും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു ഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്. അപ്പോ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, വിജയിച്ചു നിൽക്കുന്ന, നേരത്തെ പറഞ്ഞ ഏകനായ പടച്ച തമ്പുരാനല്ലാതെ, തന്റെ ശിരസ് അവന്റെ മുമ്പിലല്ലാതെ കുനിയാൻ ആരെങ്കിലും നിർബന്ധിച്ചാൽ കുനിയുകയില്ല എന്ന് ഏത് സന്ദർഭത്തിലും പറയാൻ തയ്യാറുള്ള ആളുകളാണ് നമ്മൾ. അള്ളാഹുവിന്റെ മുമ്പിലെ നമ്മുടെ ശിരസ് കുനിക്കും. ഏത് അഭൗതിക ശക്തികളാകട്ടെ, ഏത് ശക്തികളാകട്ടെ, അഭൗതികമായി അള്ളാഹു അല്ലാതെ ഒരാളും ഗുണം ചെയ്യില്ല. ദോഷം വരുത്താൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുകയും അള്ളാഹുവിന്റെ മുമ്പിൽ സകലതും സമർപ്പിക്കുന്ന ആളുകളാണ് നമ്മൾ. പക്ഷേ അങ്ങനെയുള്ള ആളുകളെയാണ് ഇബ്ലീസിന് ആവശ്യം. കാരണം ബാക്കിയുള്ള ആളുകളൊക്കെ ഓൾറെഡി നരകത്തിലാണ്. അതുകൊണ്ട് ആ നരകത്തിലേക്ക് പോകുന്ന ആളുടെ പിന്നാലെ അല്ല ഇബ്ലീസ് നമ്മുടെ കൂടെ. അപ്പോ ഇങ്ങനെ തൗഹീദ് ഉറച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ഖൽബ് കൊണ്ട് അംഗീകരിക്കുകയും ജീവിതത്തിന്റെ സകലമാന മേഖലകളിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ആളുകളെ എങ്ങനെ നരകത്തിലെത്തിക്കും എന്നതാ ഇബ്ലീസ് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് സൂക്ഷിക്കാനുള്ളത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിലനിർത്തുന്നതോടൊപ്പം നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കണം. മനസ്സ് വികലമായാൽ അത് പ്രകടമാകുന്നത് നാവിലൂടെയാണ്. നാവിലൂടെ മറ്റുള്ള ആളുകൾക്ക് ഞാൻ വരുന്നത് ഒരു വെറുപ്പായി തോന്നുന്നു, ഞാൻ വരുന്നത് ഒരു അലോസരമായി തോന്നുന്നു, ഞാൻ വരുന്നത് എന്നെ കാണുമ്പോൾ ഒരു പ്രയാസം ആളുകൾക്ക് അനുഭവപ്പെടുന്നു എങ്കിൽ ഞാനൊന്ന് പരിശോധിക്കണം, ഞാൻ എന്നെ ഒന്ന് വിലയിരുത്തണം. ഉണ്ടോ, എനിക്കെന്തോ അപാകതയുണ്ടോ, പരിശോധിക്കപ്പെടണം. അതുകൊണ്ടാണ് ഇബ്ലീസ് അവിടെ നമ്മൾ അതിനു വേണ്ടി നമ്മൾ അതിൻ്റെ പിന്നാലെ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ചില ആളുകൾ പറയാറുണ്ട്, അയാൾ അതിലാണോ, അയാൾ അതിലുണ്ടോ എങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. അയാൾ ആ കുടുംബത്തിലാണോ എങ്കിൽ ആ കുടുംബത്തിലേക്ക് നമ്മളില്ല. ആ കച്ചവടത്തിൽ ഇദ്ദേഹം ഉണ്ടോ എങ്കിൽ ആ കച്ചവടത്തിൽ നമ്മളില്ല. നിങ്ങളുടെ സംഘത്തിൽ, നിങ്ങളുടെ ഈ സംഘത്തിൽ ഇയാളുണ്ടോ എങ്കിൽ ഞാൻ അങ്ങോട്ടില്ല. നോക്കി, ഇങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്, ഇങ്ങനെ ചില ആളുകളെ കുറിച്ച് പറയാറുണ്ട്. അതെന്തുകൊണ്ടാ? അവരുടെ മനസ്സിന്റെ പ്രയാസം കൊണ്ടാണ്. മനസ്സിൽ നിന്ന് ആ പ്രയാസം, കുശുമ്പും കുന്നായ്മയും അസൂയയും വിദ്വേഷവും ഒക്കെ ഉള്ള ആ മനസ്സ് വെച്ചു പുറപ്പിക്കുമ്പോൾ ആളുകൾക്ക് വെറുപ്പായി തോന്നുകയും ആളുകൾ അദ്ദേഹത്തിൽ നിന്ന് അകലുകയും ചെയ്യും. പക്ഷേ ഒരിക്കലും ഈ ഇസ്ലാഹിന്റെ മാർഗം ഉൾക്കൊണ്ട നമ്മളിൽ നിന്ന് ഉണ്ടാവാൻ പാടില്ല. മറിച്ച് നമ്മൾ ഉന്നതരാണ്. നമ്മളെല്ലാവരും നോക്കുകയാണ്, ലോകത്ത് തന്നെയുള്ള ആളുകളൊക്കെ നമ്മളെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏത് ഇങ്ങനെ മനസ്സ് യോജിക്കാൻ പറ്റിയ ഇത്രയും നല്ല മനുഷ്യരോ എങ്കിൽ ആ മനുഷ്യർ ഉൾക്കൊണ്ട ആദർശം എന്താണ്, അവർ പഠിക്കുന്ന വിശുദ്ധ ഖുർആൻ എന്താണ്, ലോകത്ത് ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മുടെ നേതാക്കന്മാരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളെക്കുറിച്ചൊന്ന് പഠിക്കണം. നമ്മൾ പറഞ്ഞത് എന്താ? വിശുദ്ധ ഖുർആനിലേക്ക് വന്നാൽ മതി, വിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ ആദർശം ഉൾക്കൊണ്ടാൽ മതി എന്ന് പറയുകയും അത് മനസ്സിലാക്കുകയും ഏറ്റവും നല്ല ആളുകളായി തീരുകയും ചെയ്യുക എന്ന നമ്മൾ പറഞ്ഞു കൊടുത്ത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെ ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ ജീവിക്കുമ്പോൾ നമ്മളെ പലരും വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ ഐക്യപ്പെട്ടപ്പോ ആ ഐക്യത്തെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ട്. പക്ഷെ പലരും നമ്മളെ കണ്ടപ്പോ ഞങ്ങളുണ്ട് നിങ്ങളെ കൂടെ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ പോകുന്ന ആളുകളുണ്ട്. എന്തുകൊണ്ടാ? ആ സ്വഭാവമുള്ള ആ നല്ല മനുഷ്യനില്ലേ, അദ്ദേഹം നിങ്ങളെ കൂട്ടത്തിലാ. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ പകർത്തുകയും അത് തൻ്റെ കമ്പനിയിലും തൻ്റെ കൂടെയും വർക്ക് ചെയ്യുന്ന സന്ദർഭത്തിലും അത് കാണാനും അനുഭവിക്കാനും കഴിഞ്ഞ വ്യക്തി നിങ്ങളുടെ കൂടെയാണ്. മാത്രമല്ല, നിങ്ങളുടെ മാനസികമായ ഐക്യം ഞങ്ങൾക്ക് വല്ലാത്ത സന്തോഷം നൽകുന്നു. നമ്മുടെ കൂടെ വന്ന ആളുകളുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ ചില ആളുകൾ നമ്മളെങ്ങനെ നോക്കുന്നത് എന്തെങ്കിലും പോയിന്റുകൾ, എന്തെങ്കിലും എവിടെയെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് നോക്കിക്കൊണ്ടാണ്. അതുകൊണ്ട് ഒരു നിലക്കുള്ള നമ്മുടെ സ്വഭാവത്തിൽ ഏറ്റവും നല്ല ശുദ്ധമായ സ്വഭാവമാക്കി ആളുകൾക്ക് മുമ്പിൽ മാതൃകായോഗ്യമായ ഒരു സമുദായമായി നമ്മൾ മാറണം. അങ്ങനെ മാറുമ്പോഴാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, ഏറ്റവും നല്ല മനുഷ്യർ ആരാണ്?
ഏറ്റവും നല്ല മനുഷ്യൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ ഉസാമ ബിൻ ശരീഖ് റഹ്മഹുള്ള വന്നുകൊണ്ട് ചോദിക്കാണ്. അവർ പറയാണ്, കുന്നാ ജുലൂസൻ ഇൻദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞങ്ങൾ പ്രവാചകന്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും കൂടി ഇരിക്കുകയാണ്. ആ സന്ദർഭത്തിൽ കാന റൂസുന അർറഹം, ഞങ്ങളുടെ തലയിൽ എന്തെങ്കിലും വന്നു നിന്നാൽ, ഒരു പക്ഷി പോലും വന്നു നിന്നാൽ അറിയാത്തവണ്ണം മായതകല്ലമ മിന്നാ മുതകല്ലിം, ഒരാളും സംസാരിക്കാത്ത സന്ദർഭത്തിലാണ് ഇദാ ജാ അന്നാസു മിനൽ അഅറാബ്, കുറച്ചാളുകൾ ഞങ്ങളുടെ അടുത്തേക്ക് ഇങ്ങനെ വന്നു. ഫഖാലു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ ചോദിച്ചു, ഫഅയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹി യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിൻ്റെ റസൂലേ, അല്ലാഹുവിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ ആരാണ്? ഈ ഒരു ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് ഒരു ടീം ഇങ്ങനെ വന്ന സന്ദർഭത്തിൽ എല്ലാവരും സാഹൂതം വീക്ഷിക്കുകയാണ്. പ്രവാചകന്റെ മറുപടി എന്താണ്? ഖാല അഹബ്ബുന്നാസി ഇലല്ലാഹി അഹ്സനുഹും ഖുൽഖാ. ഇതാണ് നമ്മളിൽ നിന്ന് ഇന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട നമ്മളിൽ നിന്ന് ആളുകൾ പ്രതീക്ഷിക്കുന്നത് ഇതാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രതീക്ഷക്കൊത്തുയരാൻ നാം ഓരോരുത്തരും സന്നദ്ധമാകുക. കാരണം നമ്മൾ ഏത് ചെയ്യുന്ന സന്ദർഭത്തിലും, എന്ത് വിചാരിക്കുന്ന സന്ദർഭത്തിലും, എന്താലോചിക്കുന്ന സന്ദർഭത്തിലും ഒരൊറ്റ ഓർമ്മ നമ്മുടെ മനസ്സിലുണ്ടാകണം. പടച്ചതമ്പുരാനെ, ഞാൻ ഈ പറയുന്നത്, ഞാൻ ഈ ആലോചിക്കുന്നത്, ഞാൻ ഈ ചിന്തിക്കുന്നത്, നാളെ റബ്ബേ നിന്റെ കോടതിയിൽ ഇത് ചോദ്യം ചെയ്യുന്ന സന്ദർഭത്തിൽ എനിക്ക് അനുകൂലമായിട്ടാണോ ഇതുണ്ടാകുക എന്ന് ഓരോരുത്തരും ആലോചിക്കുക. അമ്മാമൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവ ഫഇന്നൽ ജന്നത ഹിയൽ മഅവ. അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധത്തോടു കൂടി നമ്മുടെ ഇച്ഛ പലപ്പോഴും നമ്മളെ പലതും പ്രേരിപ്പിച്ചേക്കാം. അതൊക്കെ മാറ്റി നിർത്തി അല്ലാഹുവിൻ്റെ മുമ്പിൽ നിൽക്കണമല്ലോ എന്ന ബോധത്തോടു കൂടി നമ്മൾ നിന്ന് കഴിഞ്ഞാൽ സ്വർഗമാണ്. അതല്ല, ഇച്ഛയാണ് നമ്മളെ അതിജയിക്കുന്നതെങ്കിൽ വല ഇനി തബഅത അഹ്വാഅഹും മിൻ ബഅദി മാ ജാഅക മിനൽ ഇൽമി, ഇത്ര സുന്ദരമായ ഒരറിവ് വന്നു കിട്ടിയിട്ടും നിങ്ങൾക്ക് യോജിക്കാവുന്ന മേഖലയിൽ യോജിച്ചുകൊണ്ട് ഈ വിശുദ്ധ ഖുർആനിന്റെ ആദർശം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും സുന്ദരമായ ഒരു ഇൽമ് കിട്ടിയിട്ട് അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് ഇച്ഛയാണ് നീ പിൻപറ്റുന്നത് എങ്കിൽ ഇന്നക ഇദൻ ലമിനൽ ളാലിമീൻ, നീ അക്രമികളുടെ കൂട്ടത്തിൽ പെട്ടുപോകുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആളുകളിലെ നന്മ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കാം. നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇനി നമ്മൾ ആളുകളിലെ നന്മ ഇങ്ങനെ കാണുക. ആരെയും വെറുപ്പിക്കണ്ട, ആരെയും മോശമായി ചിത്രീകരിക്കണ്ട. നമ്മുടെ ആദർശം അളവ് വ്യത്യാസമില്ലാതെ എവിടെയും നമുക്ക് പറയാം. പക്ഷെ ആളുകളെ നമ്മൾ വെറുപ്പിക്കാതെ നമ്മുടെ നല്ല സ്വഭാവം കൊണ്ട്, നല്ല പെരുമാറ്റം കൊണ്ട് ആളുകളെ ഈ ഇസ്ലാമിന്റെ സുന്ദരമായ ആദർശം മനസ്സിലാക്കണം. അതുകൊണ്ടാ അബ്ദുള്ള എന്ന് പറയുന്ന പ്രവാചകനെ ചിരിപ്പിക്കുന്ന ഒരു സഹാബി അദ്ദേഹം കയറി വന്നു. പലപ്പോഴും പ്രവാചകന്റെ മുമ്പിൽ മദ്യപിച്ചിട്ട് ശിക്ഷ വാങ്ങിയിട്ടുള്ള ആളാണ്. ഒരിക്കല് ശിക്ഷിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ഒരാൾ പറഞ്ഞു, അള്ളാഹു നിന്നെ ശപിക്കട്ടെ, എത്ര വട്ട പ്രവാചകന്റെ അടുത്തുനിന്ന് ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അങ്ങനെ പറയാൻ പാടില്ല. അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുന്ന ആളാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ നന്മ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ തിന്മ തിരുത്താൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശ്രമിക്കുന്നു. നമ്മൾ മയിലിലേക്ക് നോക്കുമ്പോൾ മയിലിന്റെ കാൽപാദങ്ങൾ ചളി പുരണ്ടതാണെങ്കിലും അതിന്റെ മയിൽപീലി ആ വിടർന്നു നിൽക്കുന്ന ആ നന്മയെ നമുക്ക് കാണാൻ കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആളുകളിലെ നന്മ നമ്മൾ കണ്ടാൽ നമുക്ക് നാം പറയുന്ന ആശയങ്ങൾക്ക് ഏറ്റവും നല്ല സ്വീകാര്യത ലഭിക്കും. അതുകൊണ്ട് അത്തരം ആളുകളായിത്തീരണമെങ്കിൽ മാനസികമായ വിശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് നാം ഓരോരുത്തരും പരിശോധിക്കപ്പെടണം. ആ നിലക്ക് നമ്മുടെ മനസ്സിനെ ശുദ്ധമാക്കി മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അള്ളാഹുവിനെ നമ്മൾ ഇഷ്ടമുള്ള ആളുകളായിത്തീരും. ഇഷ്ടമുള്ള ആളുകൾ എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നു. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഏറ്റവും വലുത് പടച്ചോൻ പറഞ്ഞതിനപ്പുറത്തില്ല. അതുകൊണ്ട് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ട് സംസാരം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു കുടുംബജീവിതം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടുകൊണ്ടുള്ള ഒരു സാമൂഹിക ജീവിതം, അങ്ങനെ പോകുന്ന നമ്മളെ ആ ഇഷ്ടത്തിന് പകരമായി അള്ളാഹു നൽകുന്നത് നമ്മളെയും അള്ളാഹു ഇഷ്ടപ്പെടുകയാണ്. ഓക്കെ, അള്ളാഹ് പറഞ്ഞത് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ,
നമ്മൾ ഈ ചെയ്യുന്ന നന്മ കൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ ചെയ്യുന്ന നമ്മുടെ ക്ഷമ കൊണ്ട് വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ നമ്മളെ ഇഷ്ടപ്പെടുന്നു. നമ്മൾ പാലിക്കുന്ന ഈ സൂക്ഷ്മത കൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുഹിബ്ബുൽ മുത്തഖീൻ നമ്മൾ അള്ളാഹുവിൽ സകലതും സമർപ്പിക്കുന്നത് കൊണ്ട് അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആദ്യം അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നാം മുന്നേറുക. അങ്ങനെ മുന്നേറുന്ന സന്ദർഭത്തിൽ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടും എന്നത് ഉറപ്പാണ്. അങ്ങനെ ഇഷ്ടപ്പെടാനുള്ള ഒരു പ്രവർത്തനമായിക്കൊണ്ട് നാം നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുക. അതിന് പറ്റിയ ഒരു മതത്തിൻ്റെ സംവിധാനത്തിലാണ്, ഇസ്ലാം ദീനിലാണ് നമ്മളുള്ളത്. അതുകൊണ്ട് ഫഅക്കിം വജ്ഹക ലിദ്ദീനി ഹനീഫ ഫിത്രത്തല്ലാഹി അല്ലതി ഫതറന്നാസ അലൈഹ. നമ്മൾ നേർക്കുനേരെ നേരത്തെ പറഞ്ഞ പോലെ ആ സിറാത്തിൽ മുസ്തഖീമിലൂടെ നേർക്കുനേരെ അള്ളാഹുവിന്റെ മതത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് ഒരു മാറ്റവും ആവശ്യമില്ലാത്ത വിധം അള്ളാഹു പൂർത്തീകരിച്ച ഈ മതത്തിൽ നമ്മൾ നിൽക്കുക. ദാലിക ദീനുൽ ഖയ്യിം, അതാണ് ഏറ്റവും സുന്ദരമായ മതം. അതിൽ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ അധികം ആളുകൾക്കും ഈ വിവരം ഇല്ല എന്നതാണ്. കാരണം ആ വിവരമില്ലാത്ത ആളുകളെ കൂട്ടത്തിലല്ല നിങ്ങൾ വിവരമുള്ള ആളുകളുടെ കൂട്ടത്തിലാണ്. അതുകൊണ്ട് ചെയ്തോളൂ. മുനീബീന ഇലൈഹി, അവനിലേക്ക് നിങ്ങൾ പശ്ചാത്തപിച്ചു മടങ്ങുക. വത്തഖൂഹു, അവനെ സൂക്ഷിക്കുക. വഅഖീമുസ്സലാത്ത, നമസ്കാരം നിലനിർത്തുക. വലാ തകൂനൂ മിനൽ മുശ്രിക്കീൻ, ശിർക്ക് ചെയ്യുന്ന ആളുകൾ അല്ലാതിരിക്കുക. ഈ തരത്തിലേക്ക് നമ്മൾ മാറുക. മിനല്ലദീന, ആ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഈ മാർഗത്തിൽ നിന്ന് വിട്ടുപോയ ആളുകൾ. മിനല്ലദീന ഫറഖൂ ദീനഹും വഖാനൂ ശിഅൻ, അവർ ഉൾക്കൊണ്ട മതത്തിൽ ഛിന്ന ഭിന്നമായി, ഫിർഖുകളായി, ഗ്രൂപ്പുകളായി പിരിഞ്ഞ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലും. കുല്ലു ഹിസ്ബിൻ ബിമാ ലദൈഹിം ഫരിഹൂൻ, അവർ ഓരോരുത്തർക്കും അവർക്ക് കിട്ടിയ കഷ്ണവുമായി സന്തോഷിക്കുന്ന ആളുകളാ. നിങ്ങൾ അങ്ങനെ ആകരുത്. ശിർക്ക് ചെയ്യുന്ന ആളുകളായി മാറരുത്. മറിച്ച് ഈ ദീനിന്റെ യഥാർത്ഥ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തെ പരിവർത്തിപ്പിച്ചെടുത്തുകൊണ്ട് നാളെ പടച്ച തമ്പുരാന്റെ മുമ്പിൽ നിൽക്കണം എന്ന ബോധത്തോടുകൂടി ഇതിനു വേണ്ടി സമർപ്പിക്കുക. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ, ഇത് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞില്ലേ, നീ കീഴ്പ്പെട്. അപ്പോ ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ, റബ്ബേ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന നല്ല ആളുകളായി തീരുക. അതിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ് എന്ന ബോധത്തോടു കൂടി നാം നിൽക്കുക. ഹുബൈബിനെ പോലെ വലസ്തു ഉബാലിൻ ഹീന ഉഖ്തലു മുസ്ലിമ അലാ അയ്യി ജംബിൻ കാന ഫില്ലാഹി മസ്റഈ, എങ്ങനെ വീണാലും ഇസ്ലാമിന്റെ മാർഗത്തിലേ ഞാൻ പോകു എന്ന ആ ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഉസീകും സാനിയം ബിത്തഖ്വല്ലാഹ്. സ്നേഹമുള്ള സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ ദീനിയായ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പാലിച്ച് സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായി ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തായ ഒരു ഐക്യത്തിൻ്റെ സുദിനത്തിൽ നാം ഓർത്തിരിക്കേണ്ട ഒരു സംഗതി മാത്രം, ഒരു ഹദീസ് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇബ്ലീസ് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഒന്ന്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മനസ്സിനെ ഐക്യപ്പെടുത്തി മനസ്സിനെ ശുദ്ധീകരിച്ച് നമസ്കാരം നിലനിർത്തുന്ന ആളുകളിൽ നിന്ന് ഇബ്ലീസിന് പ്രതീക്ഷയുള്ള ഒന്ന്. അൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്ന ശൈത്താന ഖദ് ഐസ അൻ യഅ്ബുദൂഹു അൽ മുസല്ലൂന ഫി ജസീറത്തിൽ അറബ്. ഈ ജസീറത്തുൽ അറബിൽ നമസ്കരിക്കുന്ന ആളുകളിൽ പിശാചിന് ഒരു പ്രതീക്ഷയുള്ളത് അവനെ ആരാധിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അവനില്ല. അല്ലാഹുവല്ലാത്ത ആളുകളെ ആരാധിക്കും ഇവർ എന്ന പ്രതീക്ഷ ഇബ്ലീസിനില്ല. മറിച്ച് ഒരു പ്രതീക്ഷയുള്ളത് വലാകിന്ന ഫീ തഹ്രീശി ബൈനഹും, അവർക്കിടയിൽ പകയും വിദ്വേഷവും ഭിന്നിപ്പും കലാപവും ഉണ്ടാക്കാൻ എങ്ങനെ കഴിയും എന്നതിൽ ഇബ്ലീസിന് പ്രതീക്ഷയുണ്ട് എന്ന്. പ്രിയപ്പെട്ടവരെ, നാം ഓർക്കുക, നമ്മളെ തകർക്കാനും നമ്മളെ ഇല്ലായ്മ ചെയ്യാനും
ഇബ്ലീസിന് കഴിയുക വസ്വാസുകൾ ഉണ്ടാക്കി ചെറിയ ചെറിയ സംസാരങ്ങളിലൂടെ ചെറിയ ചെറിയ വാക്കുകളിലൂടെ നമ്മളെ തകർക്കാൻ കഴിയും. പക്ഷേ നാം ഒരിക്കലും അതിന് വശംവദരാകരുത്. ഇബ്ലീസിൻ്റെ ആ കെണിയിൽ നിന്ന് നാം വിട്ടുമാറാൻ, അത്തരം സന്ദർഭങ്ങളെ പരമാവധി ഒഴിവാക്കാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ദഅ്വാ രംഗത്ത് സജീവമായി മുന്നേറുക. ഇസ്ലാമിനെ അറിയാത്ത, ഇസ്ലാമിൻ്റെ സന്ദേശം അറിയാത്ത പതിനായിരക്കണക്കിന് ആളുകൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ സന്ദേശം എത്തിക്കാൻ വേണ്ടി പരമാവധി വിശുദ്ധമായ മനസ്സോടുകൂടി നാം മുന്നോട്ട് പോകുക. അങ്ങനെയാകുമ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, രാത്രി ഉറങ്ങിയാൽ എനിക്ക് നഷ്ടം, പകലുറങ്ങിയാലോ ജനങ്ങൾക്ക് നഷ്ടം. രാത്രി ഉറങ്ങിയാൽ, രാത്രി നമസ്കരിച്ചുകൊണ്ട് മനസ്സിനെ ശുദ്ധീകരിച്ച് വിശുദ്ധമാക്കുന്ന മനുഷ്യൻ പകലിറങ്ങി ആ ശുദ്ധി നിറഞ്ഞ, ആ ഏറ്റവും വൃത്തിയുള്ള സന്ദേശം ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളായി മാറും. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ആയി മാറാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പരിശ്രമിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനും. അള്ളാഹുവേ, ഞങ്ങളുടെ മനസ്സിൽ വന്നു പോകുന്ന എല്ലാവിധ പാകപ്പിഴവുകളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനും. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരിമാർ, സഹോദരങ്ങൾ പ്രയാസപ്പെടുന്നവരുണ്ട്, രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. അള്ളാഹുവേ, അവരുടെ രോഗമെല്ലാം നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനും. അള്ളാഹുവേ, ഒരുപാട് സഹോദരിമാർ, ഒരുപാട് സഹോദരങ്ങൾ മാനസികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്. അവരുടെ വീടുകളിലെ രോഗത്തിൻ്റെ കാരണത്താലും അവരുടെ മാതാപിതാക്കളുടെ പ്രയാസങ്ങൾ കാരണത്താലും ഒരുപാട് വേദനകൾ അനുഭവിക്കുന്ന ആളുകൾ, ദിനേന എന്നോണം വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് ആളുകൾ. അള്ളാഹുവേ, അവരുടെ എല്ലാ മാനസികമായ പ്രയാസങ്ങളെ നീ ദൂരീകരിച്ച് ആശ്വാസം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനും. അള്ളാഹുവേ, വിവിധങ്ങളായ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഞങ്ങളെല്ലാവരും. കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട്, ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തൊഴിലിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹുവേ, നിന്റെ ബർക്കത്തില്ല എങ്കിൽ, നിന്റെ കാരുണ്യമില്ല എങ്കിൽ ഞങ്ങൾക്ക് വിജയിക്കാൻ കഴിയില്ല. അള്ളാഹുവേ, ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിലും, ഞങ്ങൾ ഏർപ്പെടുന്ന ബിസിനസ്സിലും, ഞങ്ങൾ ഏർപ്പെടുന്ന കച്ചവടത്തിലുമെല്ലാം അള്ളാഹുവേ, ബർക്കത്തിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ, റഹ്മത്തിനെ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ കൂടിയിരിക്കുന്ന ആളുകൾ മുഴുവനും, സ്ത്രീകളും കുട്ടികളും യുവാക്കളും വൃദ്ധജനങ്ങളും എല്ലാ ആളുകളും ആഗ്രഹിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ബോധപൂർവം ഉച്ചരിച്ച് മരിക്കാനാണ്. അള്ളാഹുവേ, അങ്ങനെ മരിക്കുന്ന ഏറ്റവും നല്ല മുഅ്മിനുകളിൽ, മുഅ്മിനാത്തുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനും. അള്ളാഹുവേ, ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്, വാക്കുകൊണ്ട് പറഞ്ഞു പോയിട്ടുണ്ട്, കണ്ണുകൊണ്ട് ചെയ്തു പോയിട്ടുണ്ട്, ഞങ്ങളുടെ കൈകാലുകളെ കൊണ്ട് ചെയ്തു പോയിട്ടുണ്ടാവും, ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പാണ് റബ്ബേ. അള്ളാഹുവേ, നിന്റെ മുമ്പിൽ മറയില്ല എന്നത് ഉറപ്പാണ്. നിന്റെ മുമ്പിൽ ഞങ്ങൾ വെക്കുകയാണ്. അള്ളാഹുവേ, ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, നാളെ നിന്റെ കോടതിയിലെത്തുന്ന സന്ദർഭത്തിൽ മുഫ്ലിസായിത്തീരുന്ന ഒരവസ്ഥ ഞങ്ങൾക്കുണ്ടാക്കല്ലേ റബ്ബേ. റഹ്മാനായ നാഥ, റഹീമായ നാഥ, ഗഫൂറായ നാഥ, ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള എല്ലാ തരം പാപങ്ങളും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ മാതാപിതാക്കളുണ്ട്, ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. മക്കളായ ഞങ്ങൾ ഇവിടെ ജോലി ചെയ്യുന്ന സന്ദർഭത്തിലും ഞങ്ങളുടെ കൂടെയും ഞങ്ങളുടെ നാട്ടിലുമായി ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ട്. പ്രായത്തിൻ്റെ പേരിൽ ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആളുകളാണ്. ഞങ്ങളെ വലുതാക്കാൻ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ടവരാണ്. അള്ളാഹുവേ, അവരനുഭവിക്കുന്ന പ്രയാസങ്ങളെ, അവരനുഭവിക്കുന്ന പ്രതിസന്ധികളെ ദൂരീകരിച്ച് ആശ്വാസം നൽകി ആഫിയത്ത് നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, ഈ ഐക്യത്തിൻ്റെ സന്തോഷത്തിൽ, ഈ നിഅമത്തിൻ്റെ അവസരത്തിൽ ഞങ്ങളുടെ കൂടെ ഇല്ലാത്ത ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്. ഞങ്ങൾ ഒന്നിക്കണമെന്ന് ആഗ്രഹിച്ച ഞങ്ങളോട് നിങ്ങൾ എങ്ങനെയെങ്കിലും മക്കളെ നിങ്ങളൊന്ന് പരസ്പരം മിണ്ടൂ എന്ന് പറഞ്ഞ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന മാതാപിതാക്കൾ അവർ ഇന്ന് മരിച്ചുപോയി. ഇത് കാണാൻ കഴിയാതെ മരിച്ചുപോയി. റബ്ബേ, അവർക്ക് വേണ്ടി മക്കളായ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് റബ്ബേ. അവരുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. അള്ളാഹുവേ, അവരുടെ മനസ്സിന് നീ ഇരട്ടി, അന്ന് ആഗ്രഹിച്ച ആ മനസ്സിന് ഇരട്ടി പ്രതിഫലം നൽകി നീ അനുഗ്രഹിക്കട്ടെ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ ഖബറിലേക്ക് ഈ പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും നല്ല ഒരു പ്രവർത്തനമായി അവർക്ക് നീ എത്തിച്ച്
അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് സഹോദരങ്ങളും ഈ ഒരു ഐക്യത്തോടുകൂടി എത്രയെത്ര കുടുംബങ്ങളാണ്, എത്രയെത്ര സഹോദരങ്ങളാണ് മാനസികമായി സന്തോഷിക്കുന്ന ആളുകൾ. അല്ലാഹുവേ, ഈ ഐക്യം നീ ഖിയാമത്ത് നാൾ വരെ നിലനിർത്തിക്കൊണ്ടു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, എവിടെയെങ്ങാനും ഏതെങ്കിലും സന്ദർഭത്തിൽ ഞങ്ങളുടെ വാക്കാലോ പ്രവൃത്തിയാലോ ഞങ്ങളുടെ നോട്ടത്താലോ സംശയരഹിതമായ എന്തെങ്കിലും ഒന്ന്, സംശയമുള്ള എന്തെങ്കിലും ഒന്ന് വന്നുപോയാൽ അല്ലാഹുവേ, അതിൻ്റെ ഏറ്റവും നല്ല സത്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങളുടെ മനസ്സിനെ ഐക്യപ്പെടുത്തി സന്തോഷത്തിൽ കൊണ്ടുപോകാനുള്ള തൗഫീഖിനെ നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഞങ്ങളുടെ മക്കള്, ഞങ്ങളുടെ ഭാര്യമാര്, ഞങ്ങളുടെ കൂട്ടുകുടുംബാംഗങ്ങൾ, അല്ലാഹുവേ, അവരിലൂടെ ഞങ്ങൾക്ക് നീ കൺകുളിർമ വർഷിപ്പിച്ച് അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, മക്കള് അതുപോലെ കുടുംബം എന്ന് പറയുന്നത് നമുക്കെല്ലാമാണ്. അല്ലാഹുവേ, അവർ ഈ ദീനിന്റെ മാർഗത്തിൽ നിന്ന് വിട്ടുപോയാൽ എല്ലാം കഴിഞ്ഞു. അതുകൊണ്ട് റബ്ബേ, ഈ തൗഹീദിന്റെ മാർഗത്തിൽ അവരെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അല്ലാഹുവേ, എവിടെ വെച്ച് മരിച്ചാലും, ഏത് സന്ദർഭത്തിൽ മരിച്ചാലും, ഏത് നടു റോട്ടിലാണെങ്കിലും, ഏത് ആശുപത്രിയിലാണെങ്കിലും, എങ്ങനെയാണെങ്കിലും അല്ലാഹുവേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള മഹാഭാഗ്യം നൽകി നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم.